ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയുള്ളൊരു വൈകുന്നേരം എടുത്ത വീഡിയോയാണ്. 4 മണിക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരത്തിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ മത്തിയ കുറച്ച് കറി വെച്ച് കുറച്ച് വറക്കാൻ വേണ്ടി വെച്ചു. ബത്തേരിക്ക് പോവാ. അതൊന്നും ചെയ്യാലടി. ഇല്ല എല്ലാം അവിടെ കയറി അപ്പൊ ഈ തോട്ടത്തേക്ക് ഓടുക വെറുതെ ഞാൻ പൊട്ടിച്ചു. ബീൻസ് എന്താക്കണം? ബീൻസ് തന്നെ ഒന്നും വെക്കാനില്ല, ഇച്ചിരിയല്ലേ ഉള്ളൂ ബീൻസ്. ആ പയറ് അപ്പുറത്തുണ്ടല്ലോ, പയറും കൂടെ പറിച്ചിട്ട് രണ്ടും കൂടി ഇട്ട് തോരൻ വെക്കാം. അമ്മ ബീൻസ് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കട്ടെ. ഇതുകൊണ്ട് അടുക്കള കൊണ്ടുവെക്കാം. കുറച്ച് പയറും കൂടെ ഉണ്ട്, അത് പറിക്കട്ടെ. മുളക് പഴുത്തതുകൊണ്ട് അത് പറിക്കണം. എടുക്കാൻ പോട്ടെ. ഇവിടുന്ന് വെള്ളം എടുക്കാം, അവിടുന്ന് വെള്ളം എടുക്കണ്ടേ? ഒത്തിരി വെയിറ്റ് എടുത്തോണ്ട് വരില്ലേ, പണിക്കാരി വന്നേക്കും. പൈപ്പ് ഇട്ട് കൊടുക്കായിരുന്നു. ഇത് ഇവിടെ നമ്മ വെള്ളം തരാട്ടോ, എടുത്തോണ്ട് പോണ്ട. ഇപ്പൊ മഴ പെയ്യും, വെറുതെ എന്തിനാ പറഞ്ഞാ കേട്ടില്ലേ? മഴ പെയ്യൂടി ഇപ്പൊ, പിന്നെ വെള്ളം ഒഴിക്കാൻ എന്തിനാ? വെള്ളം അത്രയും മതി. ഇപ്പൊ മഴ പെയ്യുന്നേ, മഴ പെയ്യുമ്പോ പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം കിട്ടുന്ന മത്തിയിലൊക്കെ നല്ല പനിഞ്ഞിലുള്ളതല്ലേ. അപ്പോൾ ഞാൻ പനിഞ്ഞിൽ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മീൻ കറി വെക്കുകയും കുറച്ച് വറക്കാൻ എടുത്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കറിയിലും വറക്കാനുള്ളതിലൊന്നും ഞാൻ പനിഞ്ഞിലിടാതെ മാറ്റി വെച്ചതാണ്. വല്യമ്മച്ചി വെക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പനിഞ്ഞിൽ തോരനുണ്ട്. വല്യമ്മച്ചിയോട് ഞാൻ ചോദിച്ചിട്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പനിഞ്ഞിലെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ രാവിലെ മീൻകറി വെച്ചു, ഉച്ചയ്ക്ക് കൂട്ടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട്. കുറച്ച് നാളത്തേക്ക് വറക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നേ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെക്കണം. പനിഞ്ഞിൽ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്, ഇതിന് പനിഞ്ഞിൽ എന്നാണ് ഇവിടെ പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പനിഞ്ഞിലും പിന്നെ ചെറിയുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിപ്പോൾ സവാള എടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, തേങ്ങ, മഞ്ഞൾ, ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് കൈകൊണ്ട് ഒന്ന് തിരുമ്മിയിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്താൽ മതി. ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഉപ്പൊന്നും വേണ്ട, കുറച്ച് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ലാസ്റ്റ് ചേർക്കാം. എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് വേവിക്കുക. പനിഞ്ഞിൽ ഉടഞ്ഞു പോകാതെ വേണം ഒന്ന് തിരുമ്മി കൂട്ടിയെടുക്കാൻ. എന്നിട്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കുവാണ്. സാധാരണ മീനിനകത്ത് പനിഞ്ഞിലുണ്ടെങ്കിൽ അത് കറി വെക്കുകയും വറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇടുക സാധാരണ ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചേറെ പനിഞ്ഞിലൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒന്ന് തോരൻ വെക്കാം, കുറേ ആയല്ലോ കൂട്ടിയിട്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇനി ഇത് വെന്ത് വരട്ടെ, എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ലാസ്റ്റ്. ഇതിൽ പുളി ചേർക്കുമോ എന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വല്യമ്മച്ചിയെ വിളിച്ച് ചോദിച്ചായിരുന്നേ. അമ്മച്ചി പറഞ്ഞത് പുളിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ എല്ലാം ചേർത്ത് വേവിച്ച്
പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി എന്നാ. ലൈറ്റ് ഇടുമ്പോൾ എന്തോ ഉണ്ട്, അതുകൊണ്ട് ഓഫാക്കട്ടെ. ഇത് രസം. തീ വെട്ടമില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ഇതെന്നെ സാധനം അറിയോ? മീൻപേരി അല്ലേ? മീൻപീരയല്ല, പിന്നെ പനിയിലില്ലേ, പനിയിൽ തോരൻ വെച്ചത്. ഞാൻ കഴിച്ചിട്ടുണ്ടോ? നീ കഴിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവൾ കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. നീ കഴിച്ചിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. വൈകുന്നേരം ചായക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ദോശയുടെ മാവ് അരച്ചത് ഇരിപ്പുണ്ടെങ്കിൽ, ദോശയ്ക്ക് ഇഡലിക്കൊക്കെ അരച്ച മാവ് ഇരിപ്പുണ്ടെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, ദോശമാവ് എടുത്തു, പിന്നെ വേണ്ടത് റവ, വറുത്തതൊന്നും അല്ല കേട്ടോ, പിന്നെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി, ഇത് രണ്ടും കൂടി ഇതിനകത്തേക്ക് ഇടുവാണേ. പിന്നെ വേണ്ടത് ഉഴുന്നുവടയ്ക്കൊക്കെ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. മാവിൽ ഞാൻ ഉപ്പ് ഇട്ടതാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ ഒത്തിരി ഉപ്പ് എടുത്തിട്ടില്ല, ശകലം ഉപ്പ്. സവാള കൊത്തി അരിഞ്ഞത്, അല്ലെങ്കിൽ ചെറിയുള്ളി ആണെങ്കിലും നല്ലതാണ്. പിന്നെ കുറച്ച് കുരുമുളക്. പിന്നെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് സാമ്പാർ പൊടി, ഒരു ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ കഷ്ടിച്ച് എടുത്താൽ മതി കേട്ടോ. ഇത് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട, എന്നാലും ഇത് ഇടുവാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഈ മാവൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എന്നിട്ടിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്, വെക്കുകയൊന്നും വേണ്ട. റവയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. സ്പൂൺ കൊണ്ട് കോരി ഇടുവോ അല്ലെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ട് നുള്ളി എടുത്ത് എണ്ണയിലേക്ക് ഇടുകയോ ചെയ്താൽ മതി കേട്ടോ. ഒരു കുറച്ച് വെള്ളം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കൈ മുക്കിയിട്ട് ഈ മാവ് ശകലിച്ചെടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ടാൽ മതി. സ്പൂൺ കൊണ്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പുറത്ത് നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, മഴ വരാൻ പോകുന്ന പോലെ ഉണ്ട്. അക്കു പാല് മേടിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങാൻ നിൽക്കുവാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സോസും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മാവ് വല്ലാതെ ടൈറ്റായി പോകരുതേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് നുള്ളി ഇട്ട് കൊടുത്താൽ മതി. കൈ കൊണ്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്, സ്പൂൺ കൊണ്ട് ഇടുന്നതിനേക്കാളും. എന്തെങ്കിലുമൊക്കെ ഓരോ ഷേപ്പിലൊക്കെ കിട്ടും. ദോശമാവ് ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. എന്നാലും ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ വെള്ളം ചീനച്ചട്ടിയിൽ ഒഴിച്ചു, അതിലേക്ക് 1.5 സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സാക്കി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ ചതച്ച വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങാനീര് ഒത്തിരി ചേർക്കണ്ട, പുളിയൊക്കെ നോക്കിയിട്ട് ശകലം ചേർത്താൽ മതി. പെട്ടെന്ന് തന്നെ കുറുകി വരും, പിന്നെ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകിയും വരും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാവുമ്പോൾ തീ അങ്ങ് ഓഫാക്കിയാൽ മതി. ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പുറഭാഗമൊക്കെ, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. റവ ഒരുപാട് ചേർക്കരുത്, റവ ഒരുപാട് ചേർത്താൽ ഈ ഒരു പലഹാരത്തിന് സോഫ്റ്റ് ഉണ്ടാവത്തില്ല. അരിപ്പൊടി, ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി കൂടുതലും, റവ 1 സ്പൂണും, ഒരു 3 സ്പൂൺ അരിപ്പൊടി എടുക്കുവാണെങ്കിൽ 1 സ്പൂൺ റവ ചേർത്താൽ മതി. അമ്മ കുളിക്കാൻ പോയി. മുകളിലുള്ള ചിത്രം നോക്കിയിട്ട് വേണം അടിക്കാൻ. മുകളിലുള്ള ചിത്രത്തിൽ കണ്ടോ വയലറ്റ് കളർ എവിടെയാ? അവിടെ മാത്രമേ അടിക്കാവുള്ളൂ വയലറ്റ്. എന്നാന്ന് അടിക്കേ, അവിടെ മാത്രമേ വയലറ്റ് അടിക്കാവുള്ളൂ. ഞാൻ മുകളിൽ കാണുന്ന ചിത്രം നോക്കിയിട്ടെ. മൊത്തം ഇടണ്ട, അടിയിൽ ശകലം വെച്ചോ. അയ്യോ അങ്ങനെ പിടിക്കല്ലേ, ഇച്ചിരി താക്കി.
വൈകുന്നേരം മഴ പെയ്യാൻ തുടങ്ങിയതാണ്. ഇതുവരെ മഴ തോർന്നിട്ടില്ല. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ചേട്ടായി വൈകിട്ട് വന്നപ്പം ഒരു പായസത്തിൻ്റെ കിറ്റും കൊണ്ടുവന്നായിരുന്നേ. അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പായസമൊക്കെ വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.